എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നാടകീയമായ, അത്യന്തം സ്ഫോടനാത്മകമായ ഒരു ഡ്രസ്സിംഗ് റൂം രംഗം ഇതിനു മുമ്പ് ക്രിക്കറ്റ് ലോകം കണ്ടിട്ടുണ്ടാകില്ല. ഇന്ത്യൻ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ യുവതാരമെന്ന് വാഴ്ത്തപ്പെട്ട അഭിഷേക് ശർമ്മ തുടർച്ചയായ മൂന്നാം തവണയും 0-ന് പുറത്തായപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതം തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. നെതർലാൻഡ്സിനെതിരായ മത്സരത്തിൽ ആര്യൻ ദത്ത് എറിഞ്ഞ മൂന്നാമത്തെ പന്തിൽ തന്നെ ക്ലീൻ ബോൾഡായി അഭിഷേക് മടങ്ങുമ്പോൾ സ്റ്റേഡിയത്തിൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയായിരുന്നു. പന്ത് നേരെ വന്ന് സ്റ്റമ്പുകൾ പിഴുതെറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കാനാവാതെ ഏതാനും നിമിഷങ്ങൾ താരം പിച്ചു വിട്ടുപോകാതെ നിന്നുപോയി. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ അക്കൗണ്ട് തുറക്കാതെ പുറത്തായ അഭിഷേക് വയറ്റിലെ അണുബാധ കാരണം നമീബിയയ്ക്കെതിരെ കളിച്ചിരുന്നില്ല. പിന്നീട് വലിയ പ്രതീക്ഷകളോടെ പാകിസ്ഥാനെതിരെ ഇറങ്ങിയെങ്കിലും അവിടെയും 0-ന് മടങ്ങി. ആ ആത്മവിശ്വാസക്കുറവ് മുഴുവൻ ഈ നെതർലാൻഡ്സ് മത്സരത്തിലും നിഴലിച്ചു നിന്നു. ഡ്രസ്സിംഗ് റൂമിന്റെ ബാൽക്കണിയിലിരുന്ന് ഈ നാണക്കേട് കണ്ടുകൊണ്ടിരുന്ന സാക്ഷാൽ ഗൗതം ഗംഭീറിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ കടുത്ത നിരാശയോടെയും ദേഷ്യത്തോടെയും അദ്ദേഹം കൈകൾ വായുവിൽ വീശി എഴുന്നേറ്റു. മറുവശത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആകട്ടെ ഈ വിക്കറ്റ് വലിച്ചെറിയൽ കണ്ട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. തല കുലിച്ച് കടുത്ത നിരാശയോടെ പാഡ് അഴിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് പതുക്കെ നടന്നു കയറിയ അഭിഷേകിനെ കാത്തിരുന്നത് ഗംഭീറിന്റെ രൂക്ഷമായ വാക്കുകളായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ കടുത്ത ദേഷ്യത്തോടെ പാഞ്ഞടുത്ത ഗംഭീറിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അഭിഷേകിന് നേരെ വിരൽ ചൂണ്ടി അദ്ദേഹം കയർത്ത് സംസാരിക്കുമ്പോൾ ആ രോഷപ്രകടനം ക്യാമറകളിൽ വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടുകളുടെ ചലനങ്ങളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും ആരാധകർക്ക് ആ വാക്കുകൾ വ്യക്തമായി വായിച്ചെടുക്കാമായിരുന്നു. തുടർച്ചയായി അവസരങ്ങൾ നൽകിയിട്ടും നീ എന്താണീ കാണിക്കുന്നത്? നിനക്ക് പകരം ആ അവസരം പുറത്തിരിക്കുന്ന സഞ്ജു സാംസന് നൽകിയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ നിരുത്തരവാദപരമായി വിക്കറ്റ് വലിച്ചെറിയില്ലായിരുന്നു. ഇതിലും എത്രയോ മികച്ച രീതിയിൽ അവൻ രാജ്യത്തിനു വേണ്ടി കളിച്ചേനെ എന്ന് ഗംഭീർ മുഖത്ത് നോക്കി പൊട്ടിത്തെറിച്ചപ്പോൾ അഭിഷേകിന് തല കുനിച്ചു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അത്രത്തോളം രൂക്ഷമായിരുന്നു കോച്ചിന്റെ പ്രതികരണം. തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കൂടെ എത്തിയതോടെ രംഗം കൂടുതൽ വഷളായി. ഒരു വലിയ ടൂർണമെന്റിൽ ഇത്രയും നിരുത്തരവാദപരമായി കളിച്ചാൽ ടീമിന് അത് എത്രത്തോളം വലിയ അപകടമാണ് വരുത്തിവെക്കുക എന്ന് ഗംഭീർ കർശനമായ ഭാഷയിൽ ചോദിക്കുന്നതും കൈകൾ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദേഷ്യം പിടിച്ച ആംഗ്യങ്ങളും ക്യാമറകളിൽ വ്യക്തമായിരുന്നു. തല കുനിച്ച് ഇടയ്ക്ക് മാത്രം മറുപടി നൽകി നിന്ന അഭിഷേകിന്റെ അടുത്തേക്ക് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കൂടെ എത്തിയതോടെ രംഗം കൂടുതൽ വഷളായി. ഗംഭീരനേക്കാൾ അല്പം ശാന്തനായിരുന്നെങ്കിലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള കടുത്ത അതൃപ്തി സൂര്യയുടെ മുഖത്തും പ്രകടമായിരുന്നു. എന്നാൽ ഈ സമ്മർദ്ദഘട്ടത്തിൽ ഇന്ത്യൻ മാനേജ്മെന്റിന് നേരെ വിരൽ ചൂണ്ടുന്ന, പ്രത്യേകിച്ച് ഓരോ മലയാളി ആരാധകന്റെയും ഉള്ളിൽ തിളച്ചുമറിയുന്ന ഒരു ഇരുണ്ട വലിയ ഒരു ചോദ്യമുണ്ട്. തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ടും ഈ യുവതാരത്തിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുമ്പോൾ എന്തുകൊണ്ടാണ് മാച്ച് വിന്നറായ നമ്മുടെ സ്വന്തം സഞ്ജു സാംസനെ ഇപ്പോഴും ആ ബെഞ്ചിൽ തന്നെ ഇരുത്തിയിരിക്കുന്നത്? സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനും ഏത് പ്രതിസന്ധിയിലും ടീമിനെ ഒറ്റയ്ക്ക് വിജയതീരത്തെത്തിക്കാനും കെൽപ്പുള്ള സഞ്ജുവിനെ പോലൊരു താരത്തെ പുറത്തിരുത്തിക്കൊണ്ട് ഇന്ത്യ ഈ ലോകകപ്പ് നേടുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഫോം ഇല്ലാത്തവരെ വീണ്ടും വീണ്ടും ചുമക്കുന്ന മാനേജ്മെന്റ് കഴിവ് തെളിയിച്ച സഞ്ജുവിനോട് കാണിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ഇപ്പോൾ വിളിച്ചു പറയുകയാണ്. ക്രിക്കറ്റ് അനിശ്ചിതത്വങ്ങളുടെ കളിയാണെങ്കിലും ഈ അനീതിക്ക് മറുപടി പറയേണ്ടത് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തന്നെയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ ഈ ലോകകപ്പ് നേടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഞ്ജുവിനെ ഇനിയെങ്കിലും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തണമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.